മോർണിംഗ്. ഇന്നലെ നമ്മൾ രാത്രി ഇവിടെ വന്ന കേട്ടോ, ശുചീന്ദ്രത്ത്. രാത്രി ഇന്ന് അമ്പലത്തിൽ പോയി തൊഴുത് അകത്തൊക്കെ കയറി. ഈ ലോഡ്ജിലാട്ടോ നമ്മൾ താമസിച്ചത്. ഇന്നലെ 1300 രൂപ AC റൂം. ചൂട് കാരണം ഒരു രക്ഷയില്ല. അപ്പം അതുകൊണ്ട് റൂം AC എടുത്ത്. അമ്പലത്തിൽ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ. സാധാരണ ദിവസമാണെന്ന് തോന്നുന്നു. വിശേഷമൊന്നുമില്ല അവിടെ. പിന്നെ തിരക്കൊന്നും ഉണ്ടായില്ല. ഇവിടെ ഉള്ള ആൾക്കാരൊക്കെയാണെന്ന് തോന്നുന്നു അധികം. പിന്നെ ഞങ്ങളെപ്പോലെ ആരെങ്കിലും 1-2 പേരൊക്കെ വന്നെങ്കിലേ തോന്നും. അപ്പോൾ നമ്മളിപ്പോൾ രാവിലെ കുളിച്ചൊക്കെ റെഡിയായി ഇറങ്ങിയിട്ടോ നമ്മൾ അമ്പലത്തിൽ പോകും. അകത്ത് കയറാനല്ല ഇന്നലെ കയറി കാരണം. നമ്മൾ അമ്പലത്തിൻ്റെ വാതിൽക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. പിള്ളേരൊക്കെ സ്കൂളിൽ പോകാൻ നിൽക്കണം. ഇതിലെ അകത്തേക്ക് പോകണം. ഇത് അമ്പലത്തിൻ്റെ റോഡാണ്. ഭയങ്കര വലിയ അമ്പലമാട്ടോ. മുഴുവൻ കൊത്തുവാണി. എന്ത് രസമാണ് കാണാൻ. കല്ലിൽ സപ്തസ്വരങ്ങൾ കേൾക്കുന്ന തൂണ്, പിന്നെ ഒറ്റക്കല്ലിൽ തീർത്ത ഹനുമാൻ. എന്ത് വലിയ ഹനുമാൻ്റെ വിഗ്രഹമെന്നറിയാമോ. അകത്ത് നമുക്ക് ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് രക്ഷയില്ല. പിന്നെ ഒരുപാട് പ്രതിഷ്ഠകളുണ്ട്. ശിവൻ്റെ തന്നെ ഒരുപാട് പ്രതിഷ്ഠകൾ. ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ ഇവർ 3 പേരും ചേർന്നിട്ടുള്ള ഒരേ ഒരു അമ്പലമാണ്. അവരുടെ പ്രതിഷ്ഠ അങ്ങനെയാണ്. മുകളിൽ വിഷ്ണു, നടുക്ക് ബ്രഹ്മ, താഴെ ശിവൻ. അങ്ങനെ ഒരു പ്രതിഷ്ഠ തന്നെ 3 പേരുണ്ട്. അതാണ് തനുമലയ സ്വാമി എന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു അവിടെ. ഇത് ഇവിടുത്തെ കുളമാട്ടോ, ശുചീന്ദ്ര അമ്പലത്തിൻ്റെ കുളം. ഇല്ല റോഡകത്തേക്ക് ഒരു ഗോപുരമുണ്ട്. കുളം കാണിച്ചു തരാം. വേണ്ട, എൻ്റെ മാട ആൾക്കാർ കുളിക്കണ്ട്. ഇതാണ് കുളം. ഇതിനകത്ത് ആൾക്കാർ കുളിക്കണമൊക്കെ ഉണ്ട് കേട്ടോ. തെപ്പക്കുളം എന്ന് പറയും, തെപ്പക്കുളം. ഇതിൻ്റെ ചുറ്റും റോഡുണ്ട്. ഇതാണ് ശുചീന്ദ്രൻ ടെമ്പിൾ. വലിയ ഗോപുരം കണ്ടോ, ക്രീം കളർ. നമ്മൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലേക്കാണ് പോണ. കുളം എന്ത് വലിയ കുളമാണെന്ന് നോക്കി. അയ്യോ, ഒരുപാട് ഘാട്ടുകളുണ്ട് കുളത്തിൽ. ആ ഘാട്ടിലാണ് ആൾക്കാർ കുളിക്കണം. കുറേ ഉണ്ട്. നമ്മളിവിടെ കയറി ഭക്ഷണം കഴിച്ചു കേട്ടോ. ഇവിടെ ഓൺലൈനിൽ നല്ല ഹോട്ടലാണ്, മാരുതി. ഞാൻ പൂരി മസാല കഴിച്ച് ഒരു കാപ്പിയും കുടിച്ച്. നമ്മൾ ഇന്നലെ അമ്പലത്തിൽ കയറിയായിരുന്നു. ഇനിയിപ്പോൾ അമ്പലത്തിനകത്ത് കയറുന്നില്ല, ഒരുപാട് സമയം പോകും. പിന്നെ വെയിലാണ്. നമുക്ക് വേറെ സ്ഥലത്ത് പോകാനുണ്ട്. മരുത്വാമലയാണ് അടുത്ത് നമ്മൾ പോകണം. അമ്പലത്തിൻ്റെ ഫ്രണ്ട് വശത്ത് കാണിച്ചു തരാം. ഇതാണ് ഇവിടുത്തെ പരിസരമൊക്കെ. അതിൽ ബസ്സൊക്കെയാണ്. അയ്യോ, സ്കൂൾ ബസ്സാണ്. ഞാൻ വിചാരിച്ച്. സൈഡിൽ കടകളൊക്കെ ഉണ്ട്, കുറേ ജ്യൂസ് സംഭവങ്ങളൊക്കെ. ഇത് രഥമാണ് കണ്ടോ. ഇതിനകത്ത് ഇത് കണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ രഥമാണ് വലിയ. നമുക്ക് ഇത്രേ കാണത്തുള്ളൂ. ഇതുണ്ടോ രഥത്തിൻ്റെ ചക്രം കണ്ടോ. രഥം. ഇതാണ് അമ്പലം. ഇവിടെ പാർക്കിംഗ് ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടെ എന്തൊക്കെയോ കച്ചവടം, ചക്കര, ശർക്കര, അങ്ങനെയൊക്കെ. അങ്ങോട്ടൊക്കെ റോഡാ. ഇതാ അമ്പലത്തിൻ്റെ കവാടം.
പാലസി വന്നാട്ടോ, അമ്പലത്തിൽ നിന്ന് ഇറങ്ങി. ഇതാണ് തക്കല, അങ്ങനെ എന്തോ പറയും. ഇവിടെ ടിക്കറ്റ് കൗണ്ടർ. മൊബൈലിൽ വീഡിയോ എടുക്കാൻ 10 രൂപ, ഗോപ്രോക്കാണ് 250 രൂപ കേട്ടോ. അതുകൊണ്ട് ഞാൻ മൊബൈലിൽ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച്. ഇത് രാജാവിൻ്റെ പൂജാമുറിയാണ്. ഈ മുകളിലെ പൂക്കൾ കണ്ടോ? ഈ നടുക്കുള്ള ഒരു പൂവിന് 3 ലെയറുണ്ട്. അതിന് നേരെ വിളക്ക് വെച്ച് കത്തിക്കുന്ന, ബാക്കി പൂവെല്ലാം 2 ലെയറേ ഉള്ളൂ. ബ്രഹ്മ വിഷ്ണു ശിവന്റെ സിംബലൈസ് ചെയ്താണ് ഈ 3 ലെയറുള്ള പൂവ്. നാലുകെട്ട്. ഇത് നാലുകെട്ടാണ്. ഈ ടണലെന്ന് എഴുതിയേക്കണം എന്താ? ഇത് തൂക്കുവിളക്ക് ഇടാനുള്ള ആട്ടോ. ഭിത്തിയുടെ 2 സൈഡിലുണ്ട്. ഇത് ടണലിലേക്കുള്ള വഴിയാണ്, പക്ഷെ ഇത് അടച്ചേക്കുവാ. ഇപ്പം ടണൽ ഇടിഞ്ഞിരിക്കണ കാരണം ആൾക്കാരെ കയറ്റുന്നില്ല. പാലസിൻ്റെ അകത്ത് കയറി ഞങ്ങൾ. മൊബൈലിന് 10 രൂപ മേടിച്ചു. ഊട്ടൂര് ഏതോ ദീപം വയ്ക്കുന്നു. നമ്മളെ കോറിഡോറിൽ കൂടെ വന്ന് മുകളിലേക്ക് കയറട്ടെ. ഇവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ട്, ഒന്നും കാണാൻ വയ്യ. ഇത് ലേഡീസൊക്കെ വിശ്രമിക്കുന്ന സ്ഥലമാണ്. ഇത് ഫുള്ള് അവർക്ക് ഇവിടെ ഇന്നിട്ട് പുറത്തേക്കുള്ള കാഴ്ചയൊക്കെ കാണാൻ വേണ്ടിയിട്ടുള്ള അവരുടെ വിശ്രമ സ്ഥലമാണ്. ഈ കിളിവാതിലുകളുണ്ട്, ഇതിൽ കൂടെ അവർക്ക് പുറത്തേക്ക് കാഴ്ച കാണാം. സ്ത്രീകളുടെ വിശ്രമ സ്ഥലം കഴിഞ്ഞ് നമ്മളൊരു കോറിഡോറിൽ കയറിയിട്ടുണ്ട്.
പഴയ കട്ടിലൊക്കെയാന്ന് തോന്നുന്നു. മഞ്ചോ ഇവിടെ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. അവിടെ അടച്ചേക്കുവാ താഴേക്ക്. പഴയ കൂട്ട് കണ്ട. അങ്ങ് മലയൊക്കെ കാണാം. അറ പോലെ ഉണ്ട്. ഇതിനകത്ത് ആൻറ്റിക്സ് ഭരണികളൊക്കെ ഉണ്ട്. മച്ചൊക്കെ തടിയാട്ടോ ഫുള്ള്. ഇവിടെ എന്തൊക്കെയോ സാധനങ്ങൾ. സർപ്പരാജാവാന്ന് തോന്നുന്നു. ഇതിവിടെ അമ്പലത്തിലുണ്ടായിരുന്ന പ്രതിഷ്ഠകളൊക്കെയാണ്. ഇത് ബാത്റൂമാണ്. നല്ല കാറ്റൊക്കെ കൊണ്ടിരിക്കുക. അവിടെ തെക്കിനിയുടെ അകത്ത് കയറിട്ടോ. അകത്തളം വട്ടതയുടെ വീണ, മദ്ദളം, ഊഞ്ഞാക്കട്ടില്, വിശറി, കിടപ്പറ. കിടപ്പറ അടച്ചേക്കുക. കുഞ്ഞാവയുടെ തൊട്ടില്. ഇവിടെ ഒരു കോട്ടയാടും കൂടെ ഉണ്ട്. അപ്പുറത്തൊരെണ്ണമുണ്ട്. ഇവിടെ എന്തോ ഉണ്ടല്ലോ. റാന്തൽ. ഇത് അടുക്കളയാട്ടോ. പക്ഷെ ഒട്ടും വെളിച്ചമില്ല. ഉറി. നമ്മൾ അവിടെ കണ്ട് ഇറങ്ങിട്ടോ. തെക്കിനിന്ന് ഇറങ്ങി. എക്സിറ്റ് ഒന്നുണ്ട് വഴി കൂടെ വന്ന.
ഇവിടെ കുളമാണെന്ന് തോന്നുന്നു, അവരടച്ചേക്കുവാ. ഇവിടെ അരകല്ല്, കുളപ്പുര. നമ്മളെ കിച്ചണൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി കേട്ടോ. ഇവിടെ വലിയൊരു ഗോപുരം. ഈ കല്ല് കണ്ടോ അവിടെ? സൈന്യത്തിൽ ജോയിൻ ചെയ്യാൻ വന്നവരെ ഈ കല്ലെടുത്ത് തലയ്ക്ക് മുകളിൽ പൊക്കി കാണിക്കണം. ഈ കല്ല് കണ്ടോ? എന്നാലാണ് അവരെ സൈന്യത്തിൽ എടുക്കുകയുള്ളൂ. ശക്തി പരീക്ഷണം. ഇത് ലാസ്റ്റ് ട്രാവൻകൂർ കിങ് ശ്രീ ചിത്ര തിരുനാൾ രാജാവ് അമ്മയ്ക്ക് വേണ്ടി പണി കഴിപ്പിച്ച ഗസ്റ്റ് ഹൗസ്. ഇതിൻ്റെ ഭിത്തിയൊക്കെ സുർക്കി എന്ന് പറഞ്ഞത് കൊണ്ടാണ് പണിയിപ്പിച്ചേക്കണേന്ന്. കൊത്തുപണിയൊന്നുമില്ല. ഇതാണ് അമ്മയുടെ കിടപ്പുമുറി. 2 കട്ടിലുണ്ട് ഇതിനകത്ത്. അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ട്രിവാൻഡ്രത്തേക്ക് മാറ്റിയ ശേഷം അവരിടയ്ക്ക് ഇങ്ങോട്ട് വരുമ്പോൾ അമ്മയ്ക്ക് താമസിക്കാൻ വേണ്ടി പണിയിച്ച. ഇത് നൃത്തമണ്ഡപാട്ടോ. ഇവിടെയാണ് മറ്റേ ഹിസൈനസ് അബ്ദുള്ളയിൽ ദേവസഭാതലം പാട്ടൊക്കെ ഷൂട്ട് ചെയ്തത്. പിന്നെ മറ്റേ മണിച്ചിത്രത്താഴിലെ ഒരു മുറൈ വന്തു വാർത്തായ ഡാൻസിൻ്റെ ഒക്കെ സീനൊക്കെ ഷൂട്ട് ചെയ്തത് ഈ നൃത്തമണ്ഡപത്തിലാണ്. ഞങ്ങൾ കണ്ടിറങ്ങി കേട്ടോ. എന്തൊരു തിരക്കാന്ന് നോക്കിയേ. നിറയെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കണം. ഇനിയിപ്പോൾ നമ്മൾ വേഗം റൂമിൽ പോയി ബാഗ് എടുത്തിട്ട് നമ്മൾ മരുത്തോമലയിലോട്ട് പോവുക. മഴ വരുന്നുണ്ട്, നല്ല മഴക്കാറ്. ഇത് മ്യൂസിയം ആട്ടോ. ഇവിടെ നമ്മൾ കയറിയില്ല, കൊട്ടാരം കഴിഞ്ഞോളൂ. എന്തോ മാപ്പുകൾ, പടങ്ങളൊക്കെ, കോട്ടയുടെ പടം. അങ്ങനെ നമ്മൾ മ്യൂസിയം കണ്ടിറങ്ങി കേട്ടോ, പത്മനാഭൻ കൊട്ടാരത്തിൽ നിന്ന്.